ഹായ് ഡിയേഴ്സ്, ഗുഡ് മോർണിംഗ് അല്ല കേട്ടോ, ശരിക്കും ഗുഡ് ഈവനിങ് ആണ് പറയേണ്ടത്. ഇപ്പോൾ ഏകദേശം 3:30 ആവാറായി. പക്ഷെ ഞാൻ നിങ്ങളെ രാവിലെയാണല്ലോ കാണുന്നത്, അതുകൊണ്ടാണ് കേട്ടോ ഗുഡ് മോർണിംഗ് പറഞ്ഞത്. അപ്പം ഞാൻ ഒരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നതാണ്. ഒന്ന് ഹോസ്പിറ്റലിൽ പോയത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ കൈക്കൊരു ചെറിയ പ്രശ്നം. എന്താ പറയുന്നത്, നെർവിന് ചെറിയൊരു പ്രശ്നം. കൈ മരവിക്കുന്നു, ഈ വിരലൊക്കെ മരവിക്കുന്നു. ഇവിടുത്തെ സർജറി കഴിഞ്ഞപ്പോൾ മുതൽ ഈ വിരലൊക്കെ മരവിക്കുന്നു. അപ്പൊ കുറച്ച് നാളായിട്ട് ഇങ്ങനെ സഹിക്കാൻ വയ്യാത്തൊരു ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് പോവാണ്. അപ്പൊ ഞാൻ പോയിട്ട് ന്യൂറോ സർജനെ കണ്ടിട്ട് നെർവൻ ടെസ്റ്റ് ഒക്കെ ചെയ്തു. അപ്പൊ ചെറിയൊരു പ്രശ്നമേ ഉള്ളൂ, വലിയ കാര്യമാക്കാനും മാത്രമുള്ള പ്രശ്നമൊന്നുമില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന വഴി ഫോറം മാളിൽ കയറി ഈ മാസത്തേക്കുള്ള പർച്ചേസ് നടത്തി. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് വിശക്കുന്നുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്നൊരു 11 മണിയായപ്പോൾ പോയതാണ് ഡോക്ടറെ കാണാനൊക്കെ ആയിട്ട്. അപ്പോൾ ഞാൻ ആദ്യം വന്നിട്ട് കപ്പ വേവിക്കാൻ വെച്ചു. കപ്പ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉണക്ക കപ്പ പുഴുക്കുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം കുക്കറിൽ അത് വേവിക്കാൻ വെച്ചു. അപ്പോൾ അത് അവിടെ ഇരുന്ന് വേവട്ടെ. ആ സമയത്ത് വാങ്ങിച്ച എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. നമ്മുടെ റസ്ക് ഉണ്ടല്ലോ, വിശക്കുമ്പോൾ പട്ടി പുല്ലും തിന്നും എന്ന് പറഞ്ഞു. ഗതി കെട്ടാൽ പുല്ലും തിന്നും റിലേ പോയി സത്യം പറഞ്ഞതാണ്. അപ്പൊ ഗതി കെട്ടാൽ പുലി പുല്ലും തിന്നും പറഞ്ഞാൽ ഞാൻ ആദ്യം റസ്ക് വാങ്ങിച്ചു. എനിക്ക് റസ്ക് ഒന്നും ഇഷ്ടമല്ല, പക്ഷെ ഞാൻ റസ്ക് വാങ്ങിച്ചു. പല്ലുവേദന പല്ലുവേദനയാണ് കേട്ടോ. അപ്പൊ 5 പാക്കറ്റ് ബ്രെഡ് മേടിച്ചു കൊടുത്തിട്ട് വാങ്ങിച്ചില്ല. പിന്നെ ഞാൻ കപ്പ വറുത്തത് രാജീവേട്ടൻ കഴിക്കും. അതും പല്ലുവേദനക്ക് നല്ലതാണ്. ഞാനും കഴിക്കും. ബാക്കിയുള്ളത് എടുത്തിട്ട് വന്നിട്ട് പറയാം. പിന്നെ ഞങ്ങൾ ദാഹിച്ചപ്പോൾ ഒരു ഫ്രൂട്ടി വാങ്ങിച്ച് ഇത്രയും ഞാനും കിച്ചൂസും കൂടി കുടിച്ചു. പിന്നെ ഇത് ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടി കഴിക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. കേക്ക് കിച്ചൂസിന് കുറച്ച് കൊടുക്കുള്ളൂ, ബാക്കി മുഴുവൻ കഴിക്കുന്നത് രാജീവേട്ടനായിരിക്കും. പിന്നെ ഉച്ചയ്ക്ക് കഴിക്കാൻ ഒന്നുമില്ലായിരുന്നു, അതുകൊണ്ട് ബിരിയാണി വാങ്ങിച്ചു. കിച്ചൂസ് ബിരിയാണി കഴിക്കും, ഞാൻ കപ്പ കഴിക്കും. ഉച്ചയ്ക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വൈകുന്നേരമായി. ശരിക്കും പറഞ്ഞാൽ ഉച്ചയൊന്നല്ല, ഇത് രാത്രിയിലത്തേക്കുള്ളതാണ്. മഷ്റൂം മസാലയുടെ കൂടെ കഴിക്കാൻ കുക്കറിന്റെ പത്തിരി വാങ്ങിച്ചിട്ടുണ്ട്. ഇനി കുക്കർ വായടച്ചിട്ട് പറയാം. ഇല്ല, അവന്റെ വിസിൽ വരണം. ഇതെനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ്. കുറെ നാളായിട്ട് അന്വേഷിച്ചതൊക്കെ ആയിരുന്നു. നമ്മുടെ വീല് എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. പക്ഷെ ഇവിടെ ഒന്നും വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടായില്ല കേട്ടോ. ഇന്ന് കണ്ടപ്പോൾ വാങ്ങിച്ചാണ്. ഇതല്ലെങ്കിൽ അത് ഒച്ചുണ്ടാക്കില്ല. പിന്നെ ഒരു പാക്കറ്റ് 5 സ്റ്റാർ വാങ്ങിച്ചു. ഇപ്പൊ ഞാൻ 5 സ്റ്റാറിലൊക്കെയാണ് ജീവിക്കുന്നത്, പല്ലുവേദന ആയതുകൊണ്ട്. അതെനിക്കറിയാൻ പാടില്ല. ഈ കുക്കറിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ കപ്പ വേവിക്കുന്നത്. ഇത് രാജീവേട്ടനുള്ള ബിസ്ക്കറ്റ്, ബോൺവിറ്റ ബിസ്ക്കറ്റ്. ഇത് കിച്ചൂസിനുള്ളത്. ലൈറ്റർ അല്ല, ഇത് പിന്നെ നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡ്. അത് നല്ല സ്മെല്ലാട്ടോ ഇതിനകത്ത്. ഡിഷ് വാഷാ ഞാൻ വേണമെന്ന് പറഞ്ഞപ്പോ തെറ്റിപ്പോയത്. റിലേ പോയി നിൽക്കായിരുന്നു. അപ്പൊ നല്ല സ്മെല്ലാണ് ഇതിന്, അതുകൊണ്ട് ഞാൻ വിമ്മ ഉപേക്ഷിച്ചപ്പോ ഇതിലേക്ക് മാറി. പിന്നെ ചെറുപയർ 1 കിലോ. ഇത് ലുലുവിന്റെ ചെറുപയറാ. കളർ എങ്ങനെയാണെങ്കിലും നല്ല ചെറുപയറാണ്. പിന്നെ ഇത് കഴിച്ചിട്ട് കൊറേ സ്കൂളിൽ പഠിക്കുമ്പോ കഴിച്ചതാ, പിന്നെ കഴിച്ചിട്ടില്ല. അപ്പൊ ഒരെണ്ണല്ല കേട്ടോ, 4 എണ്ണം ഉണ്ട്. ഇതൊക്കെ നമ്മുടെ സ്കൂളിൽ പഠിക്കുമ്പോൾ കഴിച്ചിരുന്നതാണ്. ഇത് ഐസ്ക്രീമാണ്. എങ്ങനെയുണ്ടെന്ന് കഴിച്ചിട്ട് അടുത്ത ദിവസം അഭിപ്രായം പറയാം. അടുത്തൊരു ദിവസത്തെ വീഡിയോയിൽ പറയാം കേട്ടോ. എങ്ങനെയുണ്ടെന്ന് എനിക്ക് അറിയാൻ പാടില്ല. പിന്നെ ഇത് നമ്മുടെ സോപ്പ്, രാജീവേട്ടനുള്ള സോപ്പ്. അങ്ങനെയല്ല, ഇത്
ഞാൻ ഈ സോപ്പ് ഉപയോഗിച്ചല്ല കുളിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ കുളിക്കാറില്ല. ഞാനൊരു പിയേഴ്സ് അല്ല, അമ്മേരത്തിന്റെ ബോഡി ലോഷനെ ബോഡി ലോഷൻ യൂസ് ചെയ്തിട്ടാ കുളിക്കണേ. ബോഡി ലോഷൻ ഇല്ലല്ലേ, ഷവർ ഒരു സാധനം. അതെ, ഇത് ഇത് ചിക്കൻ മോമോസ്. മര്യാദ കാണിക്ക് പോയി. ഇത് ചിക്കൻ മോമോസ്. ആ ഓരോന്നോരോന്നായിട്ട് എടുത്ത് വെച്ചോണ്ടിരിക്കുകയാണ്. ഇത് വീണ്ടും ബിസ്ക്കറ്റ്. പിന്നെ ഇപ്പൊ എന്റെ ജീവിതം പിടിച്ചു നിർത്തുന്നൊരു സംഭവമാണ് ഇത്. നമ്മുടെ അൽഫോൺസോ മാംഗോയുടെ ജ്യൂസ്. പൾപ്പുള്ള പോലത്തെ നല്ല തിക്കായിട്ടുള്ള ജ്യൂസ് ആണ് കേട്ടോ. ഇത് ഇന്ന് ഞാൻ കഴിക്കാം എന്ന് പറഞ്ഞ് മേടിച്ചതാണ്. പക്ഷെ ഞാൻ കപ്പ കണ്ടപ്പോ കപ്പയിലേക്ക് ചാടി. ഫ്രഞ്ച് ഫ്രൈസ്. എന്റെ മനസ്സ് കപ്പയിലേക്ക് ചാഞ്ഞു. മടി എന്നും പറയാ കാര്യത്തിൽ. അപ്പൊ ഈ ഒരു ബിഗ് ഷോപ്പർ കാലിയായി. ഇത് നമ്മുടെ വാഷിംഗ് മെഷീന്റെ ലിക്വിഡ്, ഏരിയലിന്റെ ലിക്വിഡ്. വാഷിംഗ് മെഷീന്റെ ലിക്വിഡ് അല്ല, ഇത് വീണ്ടും പല്ലുവേദനയ്ക്ക് സ്പെഷ്യലായിട്ട്. അതാ പറഞ്ഞ കമന്റ് മുഴുവൻ ഇത് തന്നെ ഇരിക്കും, ദുരന്തം ഇരിക്കും. പല്ലുവേദന എന്ന് പറഞ്ഞിട്ട് മെറ്റല്, ബേബി മെറ്റല്, പാറക്കല്ലൊക്കെയാണ് മേടിച്ചോണ്ട്. ബിരിയാണിക്ക് റൈത്ത. പിന്നെ ഇത് കിച്ചൂസിന് വേണ്ടിയിട്ട് രാത്രിയിലത്തേക്ക് എന്ന് പറഞ്ഞ് വാങ്ങിച്ചതാണ്. രാത്രി കിച്ചൂസ് കഴിക്കും എന്ന് വിചാരിക്കുന്നു. രാജീവേട്ടനും കൊടുക്കും, രണ്ടുപേർക്കും കൂടി. ഇത് എനിക്ക് സാലഡ്. പേരക്കും എന്തൊക്കെയാണ്, പേരക്കും ക്യാരറ്റും പിന്നെ ക്യാപ്സിക്കം. ഇത് ഗാർലിക് പേസ്റ്റ്. പിന്നെ ഇതില് പാലുണ്ടായിരുന്നു. ഞങ്ങൾ കുറച്ച് സമയം അകത്ത് അവിടെ ഇരുന്നുണ്ടോ, ചൂട് കൂടുതലായതുകൊണ്ട്. വന്നപ്പോ ചൂട് കൂടുതലായിരുന്നു. പാലെടുത്ത് ഫ്രിഡ്ജിൽ വെക്കാൻ മറന്നുപോയി. പാലിപ്പ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് വേണം കേട്ടോ. കുറച്ച് സമയമായിരുന്നുള്ളൂ, അധികം സമയം ഇരുന്നില്ല. 10 മിനിറ്റ് ഇരുന്നിട്ടില്ല. ഇത് കോഫി മിൽക്ക് ഷേക്ക് ആണ്. സാധാരണ ചോക്ലേറ്റ് മിൽക്ക് ഷേക്ക് ആണ് വാങ്ങിക്കാറുള്ളത്, പക്ഷെ ഇന്ന് കോഫിയാണ് കിട്ടിയത്. ഇത് വീണ്ടും നിങ്ങൾ എന്നെ ചീത്ത പറയരുത്, ഞാനിത് കുടിച്ചാണ് ഇപ്പൊ ജീവിക്കുന്നത് കുറച്ച് ദിവസമായിട്ട്. പക്ഷെ അതുകൊണ്ട് ഒരു കാര്യമുണ്ട്, എനിക്ക് ബ്ലഡ് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അത് ഒരു തിരിച്ചറിയപ്പെട്ട രഹസ്യമാണ്. ഇന്നാണ് അത് പരസ്യമായത്, ബ്ലഡ് ഉണ്ടാവണ്ടെന്നുള്ളൊരു കാര്യം. അല്ലെങ്കിൽ എനിക്ക് ബ്ലഡ് കുറവാണ്. നാച്ചുറൽ ജ്യൂസസ് കുടിക്കണമെന്നൊക്കെയാണ് പറയണത്. നമ്മുടെ ഫ്രൂട്ടി എത്ര നാച്ചുറൽ ആണെന്ന് കമ്പനിക്കാർക്ക് തന്നെ അറിയാൻ പറ്റും. അതെ, ഇത് ഷൂ പോളിഷ്. അതും പല്ലുവേദന പ്രമാണിച്ച് മേടിച്ചാന്ന് പറയാം. ഇതൊക്കെ വീണ്ടും ബിസ്ക്കറ്റ്. അപ്പൊ ഇത്രയൊക്കെ വാങ്ങിച്ചുള്ളൂ. ഇതൊക്കെ കൊണ്ട് ഞങ്ങൾ ഒരു മാസം ഓടും. എന്താണെന്ന് വെച്ചാൽ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ അത്യാവശ്യം ഇവിടെ ഉണ്ട്. പഞ്ചസാരയൊക്കെ നമുക്ക് ഒരു 2 കിലോ പഞ്ചസാര ഉണ്ടെങ്കിൽ അത്യാവശ്യം ധാരാളമായി. പഞ്ചസാര തൊടാത്ത അച്ഛൻ, ആകെ ഒരു ചായക്ക് പഞ്ചസാര യൂസ് ചെയ്യണ ഞാൻ. കാപ്പിക്ക് മാത്രം പഞ്ചസാര ഉണ്ട്. അമ്മയ്ക്ക് 3 പേരായി. ബ്രൂ, ഗ്രീൻ ടീ, ഇതൊക്കെ ഞങ്ങൾ കഴിഞ്ഞ ദിവസം പോയപ്പോൾ വാങ്ങിച്ചു. അരി വാങ്ങിച്ചു. 5 കിലോ അരി വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഒരു മാസമൊക്കെ ഉണ്ട്. അതൊക്കെയാണ് ഞങ്ങൾ കഴിക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെയാണ് ഞങ്ങളുടെ. കഴിഞ്ഞ ദിവസം പോയപ്പോ കാണിക്കാനും മാത്രം സാധനം അത്രയൊന്നും ഉണ്ടായില്ലടാ, കുറച്ച് വാങ്ങിച്ചു. ഈ മോമോസിന്റെ ഒരു കോപ്പി വാങ്ങിയായിരുന്നു. മോമോസ് വാങ്ങിച്ചു, ഈ ഒരു ഫ്രൂട്ട് ജ്യൂസ് വാങ്ങിച്ചു, മാംഗോ ജ്യൂസ് വാങ്ങിച്ചു. അപ്പൊ നല്ലതായിട്ട് തോന്നി. ഞങ്ങൾ രണ്ടുപേരും ബോധമില്ലാതെ ഷോപ്പിങ്ങിന് പോണോണ്ട് കഴിഞ്ഞ ദിവസം ആ ജ്യൂസിന്റെ ഫ്രണ്ടിൽ പോയി നിന്നിട്ട് ഇതല്ലേന്ന് ചോദിച്ചപ്പോ ഇതല്ലെന്നും പറഞ്ഞു പോയി കളഞ്ഞു. ഞങ്ങൾ ഇതല്ലെന്നും പറഞ്ഞു 2 പ്രാവശ്യം പോയിട്ട് ഇതല്ലേ എന്നോട് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു ഇതൊന്നല്ല, ഞാൻ ആ ജ്യൂസ് അൽഫോൺസോ മാംഗോയുടെ ജ്യൂസ് ഇതൊന്നല്ലെന്നും പറഞ്ഞു ഞാൻ ഇങ്ങനെ തിരിച്ചു പോന്നു. പക്ഷെ ഇതായിരുന്നു. 3ാമത്തെ പ്രാവശ്യം പോയപ്പോ എഴുതി വെച്ചേക്കണ എടുത്ത് കയ്യിലോട്ട് കൊടുത്ത് കാണിച്ചു കൊടുത്തപ്പോ മനസ്സിലായി. ഇതിപ്പോ നിങ്ങൾ ആരെങ്കിലും മരട് ഫോറം മാളില് ലുലുവില് പോവുകയാണെങ്കിൽ മറ്റേ ലുലുലും കാണും ചിലപ്പോ, അതറിയില്ല കേട്ടോ. ഇവിടെ 250 രൂപയാണ് ഇതിന് ഒരു ബോട്ടിലിന്. പക്ഷെ 125 രൂപയ്ക്ക് കിട്ടും ഒരെണ്ണം. ഒരു വലിയ ബോട്ടിൽ ഫ്രൂട്ടിയുടെ സെയിം പ്രൈസിന് കിട്ടും. അതെ, അപ്പൊ 2 എണ്ണം എടുക്കുകയാണെങ്കിൽ 250 രൂപയുള്ളൂ. ഒരെണ്ണത്തിന് 125 രൂപയുള്ളൂ. നല്ല എസെൻഷ്യലി ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ. അതെ, നല്ല ഡിസ്കൗണ്ടിൽ കിട്ടും. അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങൾ ഇന്ന് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു കുഞ്ഞു വീഡിയോ ഞാൻ കുറച്ച് ഫോട്ടോ എടുക്കട്ടെ. ഇവിടെ സൈഡിൽ നിന്ന് സംസാരിക്കാനായിട്ട് അധികം വാതർക്കട്ടെ. എനിക്ക് തന്നെ നന്നായിട്ട് വിശക്കുന്നുണ്ട്. ഹോസ്പിറ്റലിൽ ഒരു 2 മണിക്കൂറിന്റെ മേളിൽ പോയി. ഹോസ്പിറ്റലിൽ അവർ ഞങ്ങളോട് ടെസ്റ്റ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് വന്നോളാൻ പറഞ്ഞു. പക്ഷെ അവിടുത്തെ ക്യാൻറ്റീൻ പുറത്തായിരുന്നു, നല്ല ചൂടത്ത് കൂടി നടക്കണമായിരുന്നു. അപ്പൊ ഞങ്ങൾ രണ്ടുപേരും ഡോക്ടറുടെ റൂമിന്റെ ഫ്രണ്ടിൽ പോയി വെയിറ്റ് ചെയ്തു. കഴിച്ചിട്ട് വരാനൊന്നും നിന്നില്ല. അരമണിക്കൂർ വെയിറ്റ് ചെയ്യാൻ. പിന്നെ കഴിച്ചിട്ട് പിന്നെ ഫോർമാളിലോട്ട് പോകണം. അതെ, അത് വേറെ. അതുകൊണ്ട് ഫോർമാളിലാണെങ്കിൽ കഴിക്കാൻ നോക്കിയിട്ട് എനിക്കൊന്നും പറ്റിയത് കിട്ടിയില്ല. അതെ, ക്രാബ് റോള് നോക്കി കിട്ടിയില്ല, ക്രാബ് റോസ്റ്റ് നോക്കി കിട്ടിയില്ല. എനിക്ക് പറ്റിയതൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല. അപ്പൊ ഞാൻ വന്നിട്ട് കപ്പ വെച്ചു. കപ്പ ആകുമ്പോൾ നമുക്ക് സമാധാനമായിട്ട് കഴിക്കാമല്ലോ. അപ്പൊ എന്തായാലും ഇതൊക്കെയാണ്. കപ്പക്ക് എന്താ കോമ്പിനേഷൻ? കപ്പ
കപ്പയിലേക്ക് കുറച്ച് തേങ്ങ ഇടുക, ഇളക്കുക, അത്രേ ഉള്ളൂ. വേറെ കോമ്പിനേഷൻ ഒന്നുമില്ല. പിന്നെ രാജീവേട്ടന് മീൻകറി ഉണ്ട്. ഇന്നലെ ആവോലി കറി വെച്ചതിരിക്കുന്നുണ്ട്. ആവോലിക്കറി ഇരിക്കുന്നുണ്ട്. അപ്പോൾ രാജീവേട്ടൻ ആവോലിക്കറിയും കൂട്ടി കഴിക്കും. പിന്നെ രാജീവേട്ടൻ ഈ കപ്പയിൽ പഞ്ചസാര ഇട്ടൊക്കെ കഴിക്കും കേട്ടോ. ഷുഗർ ആണെങ്കിലും പഞ്ചസാര ഇട്ട് കഴിക്കും. ഞാൻ പഞ്ചസാര ഇട്ട് കഴിക്കൂല. എനിക്ക് വെറുതെ കപ്പ ഇങ്ങനെ സ്പൂണിൽ പോയി കഴിക്കാൻ ഇഷ്ടം. കുറച്ച് തേങ്ങ കൂടുതൽ ഇട്ടിട്ട് അങ്ങനെ കഴിക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിലും പറയണം. മീൻകറിയും കൂട്ടി കഴിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ്. ഇത് സാധാരണ കപ്പയല്ല, ഉണക്കക്കപ്പ ആണ്. ഉണക്കക്കപ്പ നീളത്തിൽ ഇങ്ങനെ അരിഞ്ഞുണക്കിയ കപ്പ. അത് ഇന്നലെ കാഞ്ഞിരമറ്റത്ത് പോയിട്ട് വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുപോലെ ഇനി കുഞ്ഞു കുഞ്ഞു വീഡിയോകളുമായിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരാം. എല്ലാ ദിവസവും വരാമെന്ന് പറയാൻ പറ്റുന്ന സാഹചര്യമല്ല, അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് വരാമെന്ന് പറഞ്ഞത്. അപ്പോൾ ഞങ്ങളിനി എനിക്ക് കുക്കറിൻ്റെ പ്രഷർ പോയിട്ട് കഴിക്കണം. കിച്ചൂസിനൊക്കെ ഫുഡ് കഴിക്കണം. വിശക്കുന്നുണ്ട് രണ്ടുപേർക്കും. പിന്നെ എഡിറ്റ് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം, പണിയുണ്ട്. അതൊക്കെയാണ് പണികൾ. അപ്പോൾ നമുക്ക് ഇത് വെച്ച് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. നമുക്ക് അടുത്ത ദിവസം